ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ്. പുതിയൊരു ആരോപണമാണ്, പുതിയൊരു അലിഗേഷനാണ്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന് യുവതിയുടെ പരാതി. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. FIR 350 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് കേസ് കഴിഞ്ഞ വർഷത്തെ കേസാണ്, അതായത് 2023 നടക്കുന്ന കേസാണ്. അപ്പോൾ നമുക്കതിൻ്റെ ക്ലിപ്പ് കണ്ടിട്ട് തിരികെ വരാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ താരങ്ങൾക്കെതിരെ പീഡനക്കേസ് പരാതികൾ ഉയർന്നു വരികയാണ്. ഏറ്റവും ഒടുവിലായി നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് ഉയർന്നുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. കൂടുതൽ വിവരങ്ങൾ SS ശരൺ നൽകും. ശരൺ, നിവിൻ പോളിക്കെതിരെ കൂടി പീഡന കേസ് വരികയാണ്. എന്താണ് പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? നടന്മാർക്കെതിരെ പീഡന കേസ് നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പ്രമുഖ നടനെതിരെ കൂടി പീഡന കേസ് വന്നിരിക്കുന്നത്. അതായത് നടൻ നിവിൻ പോളി ഇത്തരത്തിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യുവതി ദുബൈയിലേക്ക് എത്തി. ആ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് നിവിൻ പോളി അടക്കമുള്ള ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ പരാതി തുടക്കത്തിൽ എറണാകുളം റൂറൽ SP-ക്കാണ് ലഭിച്ചിരുന്നത്. റൂറൽ SP ഇത് ഊന്നുകൽ പോലീസിന് കൈമാറുകയും തുടർന്ന് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മൊത്തം 6 പ്രതികളാണുള്ളത്. ഈ FIR പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് 6 പ്രതികളാണുള്ളത്. ഇതിൽ 6ാമത്തെ പ്രതിയാക്കിയാണ് നിവിൻ പോളി 6ാമത്തെ പ്രതിയാക്കിയിരിക്കുകയാണ്. മറ്റേ ഒരു നിർമ്മാതാവ് അടക്കമുള്ള ആളുകളും പ്രതിയേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ശരൺ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 376, അതായത് ബലാത്സംഗ കുറ്റമാണ് നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് 354 അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരൺ, ഇപ്പോൾ നിവിൻ പോളിക്ക് പുറമെയുള്ള മറ്റ് പ്രതികൾ നമുക്ക് പരിചിതമായ പേരുകളാണോ? AK സുനിൽ, അതായത് നിർമ്മാതാവായിട്ടുള്ള AK സുനിൽ അടക്കമുള്ള ആളുകളുടെ പേരുകളാണ് FIR-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. FIR-ൽ ഉള്ളതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും 6 പ്രതികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 6 പ്രതികളാണുള്ളത്. ഇതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. 2ാം പ്രതിയാക്കിയിരിക്കുകയാണ് ഈ നിർമ്മാതാവായ AK സുനിലിനെ. ഏതായാലും ഇവരെല്ലാം ചേർന്ന്, അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ഈ യുവതി ഉയർത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ഇപ്പോൾ നിവിൻ പോളിയെ 6ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരൺ, ഇത് എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കൃത്യമായ തീയതിയൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ പരാതിയിൽ? തീർച്ചയായിട്ടും ഈ പരാതി നമുക്ക് ലഭിച്ചിരുന്നു. ആ പരാതി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം നവംബർ ആദ്യ ആഴ്ചയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. യുവതി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള താല്പര്യം ഉന്നയിച്ചപ്പോൾ തന്നെ ദുബൈയിലേക്ക് വന്നാൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറയുന്നു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബൈയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് പീഡിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം റൂറൽ SP-ക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിരുന്നത്. പിന്നീട് പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് ഈ പരാതി ലഭിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അങ്ങനെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് ഇപ്പോൾ
കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൊത്തം 6 പ്രതികളാണുള്ളത്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, നമുക്കറിയാം നേരത്തെ നടന്മാരായ മുകേഷ്, സിദ്ദിഖ് അടക്കമുള്ള ആളുകൾക്കെതിരെ സമാനമായിട്ടുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ സമാനമായ കേസുകൾ നിലവിൽ വന്നിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു പ്രമുഖ നടനായ നിവിൻ പോളിക്കെതിരെ കൂടി കേസ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ സമീപകാലത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിനുശേഷം വന്ന പരാതികളെല്ലാം തന്നെ നേരിട്ട് SITക്കാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഇത് വളരെ മുമ്പ് തന്നെ വന്ന പരാതിയാണ്. അങ്ങനെയാണ് എറണാകുളം റൂറൽ എസ്പിക്ക് ലഭിക്കുകയും അത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിവിൻ പോളിയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രമുഖ താരങ്ങൾക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. നിവിൻ പോളിക്കെതിരെയാണ് ഏറ്റവും ഒടുവിലായി പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. കേസിലെ 6ാം പ്രതിയാണ് നിവിൻ പോളി. വിവരങ്ങളാണ് SS ശരൺ നൽകിയത്. ഹായ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വർഷം ദുബായിൽ ഒരു ഹോട്ടലിൽ വെച്ചാണ് നിവിൻ പോളി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു സ്ത്രീ ചൊവ്വാഴ്ച സെപ്റ്റംബർ 3 ഇന്നലെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തു. ഈ ആരോപണങ്ങൾ തീർത്തും അസത്യമാണ് എന്ന് നിവിൻ പോളി ശക്തമായി നിഷേധിച്ചു. അതിനെ നിഷേധിക്കുകയും അതിന് അല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെ പേടിച്ചോടാതെ അത് അല്ല എന്ന് പറയാനുള്ള തന്റെ ഇടമെങ്കിലും നിവിൻ പോളി എന്ന ഒരു കലാകാരൻ ആർജവം കാണിച്ചു. അതിന് വലിയൊരു ഷേക്കാൻഡ്. പക്ഷെ ആരോപണം മലയാള സിനിമാ മേഖലയിൽ ഇത് പൊതുവെ നടക്കുകയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ സൈബറാണ്. പക്ഷേ സത്യസന്ധമായ അലിഗേഷൻ ആണെങ്കിൽ അതിനെ നീതി കൊടുക്കേണ്ടത് കേരളത്തിൽ നിന്നല്ല, അത് യുണൈറ്റഡ് നിന്ന്, അതായത് ദുബായ് ഗൾഫ് രാജ്യത്തു നിന്ന് തന്നെയാണ് അത് നടപ്പിലാക്കേണ്ടത്. അവിടുത്തെ നീതിയാണ്, അവിടുത്തെ ക്രൈമാണ്. അപ്പോൾ കേരളത്തിലെ ക്രൈമും കേരളത്തിലെ നടനാണെങ്കിലും അവിടുത്തെ ക്രൈമായിട്ടാണ് അത് ഉപയോഗിക്കുക. അത് ഗൾഫിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അന്വേഷണം ഉണ്ടായിട്ടില്ലേ എന്നതൊരു പച്ചയായൊരു തെളിവ് അവിടെ ആവശ്യമുണ്ട്. അതായത് ആ പച്ചയായ സത്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട് കേരള സമൂഹം. എന്നിട്ടാണ് കേരളത്തിലെ അന്വേഷണത്തിനൊരു, അതായത് ഈ FIRലെ ജാമ്യമില്ല അകത്ത് പോകുന്ന കേസുകളാണ് പോകുന്നത്. അപ്പം ഇതുപോലുള്ള നിരവധി കേസുകൾ, ഇതുപോലുള്ള നിരവധി ആരോപണങ്ങൾ സിനിമാക്കാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആര് വരും, ആര് പെടും? നോട്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്കതിനെ ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ മോട്ടീവ് അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സത്യസന്ധമായ ഒരു കേസ് നമുക്ക് എവിടെയാണെങ്കിലും നടന്നേ പറ്റും. FIR പോലെ നീതി നടപ്പിലാക്കണം, കോടതി ഏറ്റെടുക്കണം. ഒക്കെ ഈ സോഷ്യൽ പരമായി മീഡിയ അത് കവർ ചെയ്യുന്നു, പരാതി എത്തുന്നു. അപ്പോൾ സത്യസന്ധമായതാണെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ടവർ കൊടുക്കണം, നീതി നൽകേണ്ടവർക്ക് നൽകുകയും വേണം. അത് ആരോപണമാണെങ്കിൽ അത് തിരിച്ചും അതുപോലെയാണ് നീതി നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു റിയാലിറ്റിയിൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അതായത് താരങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അവരുടെ ക്രൈറ്റീരിയ അവരുടെ ക്രൈസിസിനെ ബാധിക്കും. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിവിൻ പോളി പ്രസ് മീറ്റിൽ വന്ന് അവിടെ വന്ന് ധൈര്യത്തോടെ അതിനെ
നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്യുവറായ പോരാട്ടമാണ്. അപ്പോൾ അതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് സർക്കാരും ഗവൺമെന്റുമാണ്. അത് അവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഗവൺമെന്റും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇറ്റ് നോട്ട് ഈസി ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കേസ്. അപ്പോൾ അത് നടപ്പിലാക്കണം, അത് നടത്തണം, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇത് ഇമ്പോസിബിളാണ്, പോസിബിലിറ്റി. അതിൻ്റെ പോസിബിലിറ്റിയെ എങ്ങനെ കാണുന്നുവെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. നോട്ട് സ്റ്റഡി ബട്ട് അത് ചെയ്യാൻ ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനിയുള്ള അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് പഠിക്കാനൊന്നും അവിടെ സമയമില്ല, അതിനുള്ള സമയവുമില്ല. പക്ഷെ ഇതൊക്കെ ഇല്ലീഗലാണ്. അപ്പോൾ അത് അതാത് കോടതിയിൽ സഫലീകരിച്ച് അത് നീതി നടപ്പിലാക്കേണ്ടത് കർമ്മ ബിഗിൻ. അതായത് അത് നടക്കണം, അത് നടന്നേ പറ്റൂ. അതിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാതെ പോരാടുക. അതാണ് ഇപ്പം കലാകാരന്മാർ, അമ്മ ഇവരോട് പറയാനുള്ളത്. നിങ്ങൾ തെളിയിക്കുക. തിലകൻ പറഞ്ഞ മാഫിയയെ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളോടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻസ് ഈസ് സെലിബ്രിറ്റി അമ്മ ഫെഫ്ക, ഇവരോടാണ് ചോദ്യം. ആ ചോദ്യം ഹേമ റിപ്പോർട്ടിൽ ഇന്ന് സെപ്റ്റംബർ 10 നീതി നടപ്പിലാക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ പവറും ഇതൊക്കെയായിരിക്കും. 6ാം പ്രതിയായിട്ടാണ് നിവിൻ പോളി ഇതിൽ ഉപരോധിച്ചിരിക്കുന്നത്. 6 ആൾക്കാരിൽ 6ാം പ്രതിയായി നിവിൻ പോളിയായി വരികയാണ്. ഇനി അടുത്ത ആര് വരും, നെക്സ്റ്റ് ആരിനി ആരോപണത്തിന് വിധേയനാകും, നോ ഐഡിയ. അപ്പോൾ സൂക്ഷിക്കുക, ആരുടെയും കൈകളിൽ പൂട്ട് വീഴാം. അപ്പോൾ കാണാം, അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബൈ, സീ യു ഫോർ എവർ.